can discuss some questions from the chapter Financial Statements of Companies that are usually asked for 5 marks. Okay. അപ്പോൾ ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. The paid up capital of X Limited considered rupees 4 lakh equity shares of rupees 10 each. അതായത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 4 lakh ആണ്, 10 lakh. സോ ടോട്ടൽ 40 lakh ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. Then and 20,000 10% preference shares of 100 each. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 20 lakh ആണ്. ഓക്കെ. The profit and loss account of the company for the year ended 31st March 2019 showed net profit before tax of rupees 5 lakh. അപ്പോൾ ഈ 5 lakh എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. കമ്പനി മേക്സ് എ പ്രൊവിഷൻ ഫോർ 30% ഫോർ ഇൻകം ടാക്സ്. അപ്പോൾ കമ്പനി ഈസ് ഇൻ 30% ടാക്സ് ബ്രാക്കറ്റ്. ഓക്കെ. ദ നെറ്റ് പ്രോഫിറ്റ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് എമൗണ്ടഡ് ടു rupees 4,20,000. അതായത് ഓപ്പണിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,20,000. Then you have given opening balances in general reserve, securities premium and capital reserves. For general reserve in opening balance is 98,500. Then security premium reserve 1,25,000 and capital reserve amounts to 78,000. Okay. Following appropriations were proposed by the company. ഏതൊക്കെയാണ് പ്രോഫിറ്റ് എന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടു പേ ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ 20,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 100 ഈച്ച് 20 lakh ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ആ 20 lakhൻ്റെ മുകളിൽ പ്രിഫറൻസ് ഷെയർ റേറ്റ് ഡിവിഡൻറ്റ് റേറ്റ് ഇസ് 10%. ദാറ്റ് ഈസ് ദ എമൗണ്ട്. അതായത് 20 lakh ഇൻറ്റു 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അത് മാറ്റി വയ്ക്കണം. Then to pay final dividend of rupees 3,27,000 to equity shareholders. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കാൻ പറയുന്നത്? 3,27,000. അത് ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നെറ്റാണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ TDS, അതായത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് ഡിവിഡൻഡ്. Then transfer 8% of net profit amount to general reserve. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 8% ജനറൽ റിസർവിലേക്ക് മാറ്റാൻ പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഇത് ബിഫോർ ടാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 5 ലക്ഷം. അപ്പം ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് 8% ജനറൽ റിസർവിലേക്ക് മാറ്റാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നിങ്ങളടുത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത് calculate total corporate dividend tax and also prepare surplus account as part of notes to accounts for reserves and surplus. അതായത് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻ ഇസ് കാൽക്കുലേറ്റ് CDT, ടോട്ടൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതിനാണ് CDT കണ്ടുപിടിക്കുക? നമ്മൾ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ഏത് ഡിവിഡൻഡ് ആണെങ്കിലും വെദർ ഇറ്റ് ഇസ് ഇൻറ്ററിം ഡിവിഡൻഡ് ഓർ ഫൈനൽ ഡിവിഡൻഡ് ഓർ പ്രിഫറൻസ് ഡിവിഡൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് എത്രയാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. 20 ലക്ഷമാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ 10% ആണ് ഡിവിഡൻഡ് റേറ്റ്. ഓക്കെ. അപ്പോൾ 10% ഇൻറ്റു 20 lakh 2 lakh ഇസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് നെറ്റ് എമൗണ്ട് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 3,27,000. ദെയർഫോർ ടോട്ടൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും കൂടെ ആഡ് ചെയ്യുക 5,27,000. അപ്പോൾ ഇത് നെറ്റാണ്. അപ്പോൾ നമുക്ക് CDT കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? ഗ്രോസ് ഡിവിഡൻഡ് കിട്ടണം. അപ്പോൾ ഗ്രോസ് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്? നെറ്റ് ഡിവിഡൻഡ് ഇൻറ്റു 100/85. സോ 6,20,000 ഇസ് ദ ഗ്രോസ് ഡിവിഡൻഡ് ആൻഡ് യു ഹാവ് ടു കാൽക്കുലേറ്റ് CDT ഓൺ ദിസ് ഗ്രോസ് ഡിവിഡൻഡ്. അപ്പോൾ 6,20,000 ഇൻറ്റു CDT റേറ്റ് എത്രയാണ്? 17.472. സോ യുവർ ടോട്ടൽ CDT 1,08,326.
ക്ലിയർ ആണോ? ഇനി അപ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ ഡിവിഡൻറ്റ് പേയബിൾ, നോട്ട് ഡിവിഡൻറ്റ്, CDT. നെക്സ്റ്റ് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആ പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഫസ്റ്റ് യു ഹവ് ടു കൺസിഡർ ജനറൽ റിസർവ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് റിസർവ്സ് ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി പ്രീമിയം. അപ്പോൾ ജനറൽ റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. എത്ര ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്? 98,500. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹവ് ടു ആഡ് ട്രാൻസ്ഫർ ടു റിസർവ് ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 8%. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 5 lakh നമ്മളെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് മൈനസ് ചെയ്യണം. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% അപ്പോൾ 5 lakhൻ്റെ 30% ടാക്സ് എമൗണ്ട് വരിക. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേ ഇൻറ്റു ജനറൽ റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞത് 8% ആണ്. ഓക്കെ, സോ 28,000 ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത്. ഈ വർഷം നമ്മൾ മാറ്റി വെക്കുന്നത് 28,000. ക്ലിയർ ആണോ? അപ്പം ജനറൽ റിസർവ് കിട്ടി 1,26,500. വേറെ ഏതൊക്കെ റിസർവ്സ് ഉള്ളത്? സെക്യൂരിറ്റി പ്രീമിയം റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇസ് ഗിവൺ 1,25,000. ക്യാപിറ്റൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് ഇസ് ഗിവൺ 78,000. ഇതിനൊന്നും കറൻറ്റ് ഇയറിൻ്റെ തന്നിട്ടില്ല, എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ടേക്ക് ആസ് സച്ച്. അങ്ങനെ എത്രയാണോ തന്നിരിക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പം റിസർവ്സ് കഴിഞ്ഞു, ടോട്ടൽ റിസർവ്സ് കിട്ടി. ഇനി സർപ്ലസ് നോക്കാൻ പോവാം. സർപ്ലസ് നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഓപ്പണിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എടുക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4,20,000 തന്നിട്ടുണ്ട്. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ. കറൻറ്റ് ഇയറിന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 5 ലക്ഷം തന്നിട്ടുണ്ട്. നമ്മൾ ആഫ്റ്റർ ടാക്സ് ആക്കണമെങ്കിൽ ആ 5 ലക്ഷത്തിൽ നിന്ന് മൈനസ് ടാക്സ് ചെയ്യുന്നത്. മൈനസ് ടാക്സ് ചെയ്യുമ്പം ഇത് കൺഫ്യൂഷൻ ആവുന്നും വേണ്ട. 5 lakh മൈനസ് 5 lakh ഇൻറ്റു 30% ചെയ്താൽ മതി നിങ്ങൾ. അങ്ങനെയാണ് 4,20,000 വരുന്നത്. ഇത് അവർ എന്ത് ചെയ്തതാ? 30% ടാക്സ് മൈനസ് ചെയ്തിട്ട് ബാക്കി 70% ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? 7,70,000. അത് ഓപ്പണിങ്ങും കറൻറ്റ് ഇയർ പ്രോഫിറ്റും. ഇതിൽ നിന്ന് എന്തൊക്കെ അപ്രോപ്രിയേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്? ഏതിലേക്കൊക്കെ മാറ്റി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 28,000. ദെൻ പ്രൊപ്പോസ് ഡിവിഡൻറ്റ് 2 lakh. ഇക്വിറ്റി ഡിവിഡൻറ്റ് എത്രയാണ്? 3,27,000. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് എല്ലാം ഇവിടെ മൈനസ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ് 6,63,326 ആൻഡ് ദ നെറ്റ് എമൗണ്ട് ഇസ് 1,06,000. എത്രയാണ് വരുന്നത്? 674. അപ്പോൾ ടോട്ടൽ റിസർവ്സ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ടോട്ടൽ റിസർവ്സ് ഏതൊക്കെയായിരുന്നു? 3 എണ്ണം ഉണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ നെറ്റ് എമൗണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ ദ ടോട്ടൽ എമൗണ്ട് ടു ബി ഷോൺ അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇസ് 4,36,174. ക്ലിയർ ആണോ? വി ക്യാൻ ഡിസ്കസ് വൺ മോർ പ്രോബ്ലം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. താങ്ക് യു.